ജ്യോതിഷത്തിൽ ശനിഗ്രഹത്തിന് സവിശേഷമായ ഒരു സ്ഥാനമുണ്ട്. കർമ്മകാരകനും നീതിയുടെ പ്രതീകവുമായ ശനി ഒരു രാശിയിൽ ഏകദേശം 2.5 വർഷക്കാലം സഞ്ചരിക്കും. ഈ സഞ്ചാരത്തിനിടയിൽ ശനിയുടെ ചലനങ്ങളിൽ വരുന്ന വ്യതിയാനങ്ങൾ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തും. അത്തരത്തിലൊന്നാണ് ശനിയുടെ വക്രഗതി സഞ്ചാരം. 2025 ശനി അതിന്റെ സഞ്ചാര പഥത്തിൽ പിന്നോട്ട് ചലിക്കുന്നതായി തോന്നുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇതിനെയാണ് ശനി വക്രഗതി എന്ന് പറയുന്നത്. 2025 മാർച്ച് 29 ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് പ്രവേശിച്ചു. മകരം രാശിക്കാർക്ക് 7.5 ശനിയുടെ കഠിനമായ കാലഘട്ടം അവസാനിക്കുകയാണ്. ഇത് തിരുവോണം നക്ഷത്രക്കാർക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു മാറ്റമാണ്. എന്നാൽ അനുകൂലമായ മാറ്റത്തിനിടയിലും 2025 ജൂലൈ 13 മുതൽ നവംബർ 28 വരെ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകതയെ സൂചിപ്പിക്കുന്നു. തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ കാലയളവ് എങ്ങനെയായിരിക്കും? ഒരു വശത്ത് 7.5 ശനി തീർന്നതിന്റെ ആശ്വാസം, മറുവശത്ത് ശനിയുടെ വക്രഗതി നൽകുന്ന മുന്നറിയിപ്പുകൾ. ഈ രണ്ടിനെയും സമന്വയിപ്പിച്ച് വേണം ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള മാസങ്ങളെ വിലയിരുത്താൻ. ഈ കാലഘട്ടം നേട്ടങ്ങളുടേതാണോ അതോ കോട്ടങ്ങളുടേതാണോ? ജീവിതത്തിന്റെ വിവിധ മേഖലകളായ തൊഴിൽ, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം എന്നിവയിൽ എന്ത് മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത്? പ്രതികൂല ഫലങ്ങളെ എങ്ങനെ തരണം ചെയ്യാം? ഈ ചോദ്യങ്ങൾക്കുള്ള വിശദമായ ഉത്തരമാണ് ഈ വീഡിയോയിലൂടെ നാം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടങ്ങളിൽ ഒന്നാണ് 7.5 ശനി. തിരുവോണം നക്ഷത്രക്കാർ ഉൾപ്പെടുന്ന മകരം രാശിക്കാർ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിരുന്നത്. ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, തൊഴിൽപരമായ തടസ്സങ്ങൾ, കുടുംബപരമായ അസ്വസ്ഥതകൾ എന്നിങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇക്കാലയളവിൽ അനുഭവിച്ചിരിക്കാം. എന്നാൽ 2025 മാർച്ച് മാസത്തോടെ ശനി മീനം രാശിയിലേക്ക് പ്രവേശിച്ചത് ഈ കഷ്ടകാലത്തിന് അറുതിയായി. മകരം രാശിക്കാർക്ക് ശനി 3-ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. ജ്യോതിഷപ്രകാരം 3-ാം ഭാവത്തിലെ ശനിയുടെ സ്ഥാനം അത്യന്തം ശുഭകരമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുടെയും മുന്നേറ്റങ്ങളുടെയും സൂചനയാണ് നൽകുന്നത്. 7.5 ശനിയുടെ കാലത്ത് അനുഭവിച്ച ദുരിതങ്ങൾക്ക് പരിഹാരമുണ്ടാകുകയും പുതിയ പ്രതീക്ഷകൾക്ക് ചിറക് മുളയ്ക്കുകയും ചെയ്യും. സാമ്പത്തികമായി ഏറെക്കാലമായി അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് അയവ് വരും. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കാൻ സാധിക്കും. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നുചേരും. രോഗങ്ങൾ മാറി ആരോഗ്യം മെച്ചപ്പെടും. സ്ഥാനക്കയറ്റവും ആഗ്രഹിച്ച സ്ഥലത്തേക്ക് മാറ്റവും ലഭിക്കാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ തിരുവോണം നക്ഷത്രക്കാർക്ക് 2025 ഒരു സുവർണ കാലഘട്ടത്തിന്റെ തുടക്കമാണ്. ഈ ഒരു വലിയ അനുകൂല പശ്ചാത്തലത്തിൽ വേണം നാം ശനിയുടെ വക്രഗതിയെ മനസ്സിലാക്കാൻ. ഭൂമിയിൽ നിന്ന് നിരീക്ഷിക്കുമ്പോൾ ഗ്രഹങ്ങൾ അവയുടെ സാധാരണ സഞ്ചാര പാതയിൽ നിന്ന് പിന്നോട്ട് ചലിക്കുന്നതായി തോന്നുന്ന ഒരു പ്രതിഭാസമാണ് വക്രഗതി. യഥാർത്ഥത്തിൽ ഗ്രഹങ്ങൾ പിന്നോട്ട് പോകുന്നില്ല, മറിച്ച് ഭൂമിയുടെയും ആ ഗ്രഹത്തിന്റെയും ആപേക്ഷിക വേഗതയിലുള്ള വ്യത്യാസം കാരണം സംഭവിക്കുന്ന ഒരു ദൃശ്യാനുഭവം മാത്രമാണിത്. എന്നാൽ ജ്യോതിഷത്തിൽ വക്രഗതിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ശനി വക്രഗതിയിലായിരിക്കുമ്പോൾ അതിന്റെ സ്വാധീനം കൂടുതൽ തീവ്രമായിരിക്കും. ശനി കർമ്മത്തിന്റെ ഗ്രഹമായതിനാൽ വക്രഗതി കാലഘട്ടം നമ്മുടെ മുൻകാല കർമ്മങ്ങളുടെ ഫലങ്ങൾ പുനഃപരിശോധിക്കാനും അതിന്റെ ബലം അനുഭവിക്കാനുമുള്ള സമയമാണ്. പൂർത്തിയാക്കാത്ത ജോലികൾ, പരിഹരിക്കാത്ത പ്രശ്നങ്ങൾ, പഠിക്കാത്ത പാഠങ്ങൾ എന്നിവയുമായി വീണ്ടും മുഖാമുഖം വരേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണിത്. പുതിയ പദ്ധതികൾ തുടങ്ങുന്നതിനേക്കാൾ പഴയവയെ വിലയിരുത്തി തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാനാണ് ഈ സമയം നമ്മെ പ്രേരിപ്പിക്കുന്നത്. വേഗത കുറച്ച് ആത്മപരിശോധന നടത്താനുള്ള ഒരു അവസരമായി ഇതിനെ കാണാം. 2025 ജൂലൈ 13 മുതൽ നവംബർ 28 വരെയാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത്. തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 7.5 ശനി തീരുന്നതിന്റെ പൊതുവായ ഗുണഫലങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഈ പ്രത്യേക കാലയളവിൽ ചില കാര്യങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. 7.5 ശനി അവസാനിക്കുന്നതോടെ തിരുവോണം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി വലിയ ആശ്വാസം ലഭിച്ചു തുടങ്ങും. കടബാധ്യതകൾ കുറയ്ക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും സാധിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനുള്ള സാഹചര്യങ്ങൾ വന്നുചേരും. എന്നാൽ ശനിയുടെ വക്രഗതി കാലമായ ഓഗസ്റ്റ് മുതൽ നവംബർ വരെ സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ ആവശ്യമാണ്. ഈ കാലയളവിൽ വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് ചില പ്രവചനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. അതിനാൽ ചില കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണം. ഓഹരി വിപണി, ഭൂമി, സ്വർണം തുടങ്ങിയ വലിയ നിക്ഷേപങ്ങൾക്ക് ഈ 4 മാസക്കാലം ഒട്ടും അനുകൂലമല്ല. പുതിയ സംരംഭങ്ങളിൽ പണം മുടക്കുന്നത് നഷ്ടത്തിൽ കലാശിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഓഗസ്റ്റ് മാസത്തിൽ വ്യാപാരം, വിപണനം തുടങ്ങിയ മേഖലകളിൽ പണം മുടക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നത് ഭാവിക്ക് ഗുണകരമായി ഭവിക്കും. ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും അനാവശ്യ കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്നതിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം. ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നത് സാമ്പത്തിക അച്ചടക്കം ഉറപ്പാക്കാൻ സഹായിക്കും. അപ്രതീക്ഷിത ചെലവുകൾ വരാൻ സാധ്യതയുള്ളതിനാൽ ഒരു കരുതൽ ധനം എപ്പോഴും കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. ഈ കാലയളവിൽ മറ്റുള്ളവർക്ക് വലിയ തുകകൾ കടം കൊടുക്കുന്നത് ഒഴിവാക്കുക. തിരികെ ലഭിക്കാൻ കാലതാമസം നേരിടുകയോ നഷ്ടപ്പെടുകയോ ചെയ്യാം. അതുപോലെ അനാവശ്യ കാര്യങ്ങൾക്കായി കടം വാങ്ങുന്ന പ്രവണതയും ഒഴിവാക്കണം.
മുൻപ് നടത്തിയ നിക്ഷേപങ്ങൾ, കൊടുത്ത പണം എന്നിവയെക്കുറിച്ചുള്ള ഒരു പുനഃപരിശോധന നടത്താൻ ഈ സമയം ഉപയോഗിക്കാം. നിയമപരമായ രേഖകളും കരാറുകളും കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തുക. ഈ കാലയളവിലെ സാമ്പത്തിക ഞെരുക്കം ഒരു തരത്തിലൊരു നേട്ടമാണ്. പണത്തിന്റെ മൂല്യം മനസ്സിലാക്കാനും ഭാവിയിലേക്കുള്ള സാമ്പത്തിക ആസൂത്രണം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും. 7.5 ശനി കാലത്ത് സംഭവിക്കുന്ന സാമ്പത്തിക പാളിച്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പുതിയൊരു തുടക്കം കുറിക്കാൻ ഈ ആത്മപരിശോധനയുടെ കാലം നിങ്ങളെ പ്രാപ്തരാക്കും. നവംബറിന് ശേഷം ശനി നേർരേഖയിൽ സഞ്ചരിച്ച് തുടങ്ങുമ്പോൾ സാമ്പത്തികമായി കൂടുതൽ മെച്ചപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. തിരുവോണം നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായി വലിയ മുന്നേറ്റങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് 2025. സ്ഥാനക്കയറ്റം, അംഗീകാരം, പുതിയ പ്രോജക്റ്റുകൾ എന്നിവയെല്ലാം പ്രതീക്ഷിക്കാം. സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും പിന്തുണ ലഭിക്കും. എന്നാൽ ശനിയുടെ വക്രഗതി സഞ്ചരിക്കുന്ന ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള സമയം തൊഴിൽ രംഗത്ത് ചില മന്ദഗതികൾക്കും തടസ്സങ്ങൾക്കും കാരണമായേക്കാം. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അല്പം കാത്തിരിക്കേണ്ടി വന്നേക്കാം. അഭിമുഖങ്ങളിൽ പങ്കെടുക്കാമെങ്കിലും അന്തിമ തീരുമാനം വരാൻ വൈകിയേക്കാം. ജൂലൈ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ ജോലി മാറുന്നത് ഒഴിവാക്കുന്നതാണ് ഉചിതം. കാരണം തൊഴിൽ നഷ്ടത്തിലേക്ക് വരെ നയിച്ചേക്കാം. ഈ കാലയളവിലെ തടസ്സങ്ങൾ നിങ്ങളുടെ കരിയറിലെ കഴിവുകളെയും പോരായ്മകളെയും കുറിച്ച് സ്വയം വിലയിരുത്താൻ സഹായിക്കും. നിങ്ങളുടെ ക്ഷമയും കഠിനാധ്വാനവും പരീക്ഷിക്കപ്പെടുന്ന സമയമാണിത്. ഈ വെല്ലുവിളികളെ അതിജീവിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കരുത്തുള്ള ഒരു പ്രൊഫഷണലായി മാറാൻ സാധിക്കും. പഴയ പ്രോജക്റ്റുകൾ പൂർത്തിയാക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്ത ബോധത്തെയും കഴിവിനെയും മേലധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. നവംബറിന് ശേഷം കരിയറിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിന് ഈ അനുഭവങ്ങൾ അടിത്തറപാകും. 7.5 ശനി കാലത്ത് പലരുടെയും കുടുംബ ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ സംഭവിക്കാം. ശനിമാറ്റത്തോടെ കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും തിരികെ വരും. എങ്കിലും വക്രഗതി കാലത്ത് ബന്ധങ്ങളുടെ കാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണ്. സംസാരത്തിലെ പിഴവുകൾ കാരണം അടുത്ത ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. മറ്റുള്ളവരെ കേൾക്കാനുള്ള ക്ഷമ കാണിക്കുക. കുടുംബത്തിലെ പ്രായമായവരുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. അതുപോലെ കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുന്നത് ദുഷ്കരമായിരിക്കും. മുൻപ് പരിഹരിക്കാതെ മാറ്റിവെച്ച കുടുംബ പ്രശ്നങ്ങൾ ഈ കാലയളവിൽ വീണ്ടും തലപൊക്കാൻ സാധ്യതയുണ്ട്. ഒഴിഞ്ഞുമാറാതെ എല്ലാവരുമായി സംസാരിച്ച് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക. ദമ്പതികൾക്കിടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അത് രൂക്ഷമാകാതെ ശ്രദ്ധിക്കണം. പരസ്പരം 7.5 ശനി കാലത്ത് അനുഭവിച്ചിരുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും തിരുവോണം നക്ഷത്രക്കാർക്ക് മോചനം ലഭിക്കും. എങ്കിലും ശനിയുടെ വക്രഗതി കാലത്ത് ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത കൈവിടരുത്. ഈ കാലയളവിലെ പ്രതികൂല സാഹചര്യങ്ങൾ മാനസിക സമ്മർദ്ദത്തിനും ഉത്കണ്ഠയ്ക്കും കാരണമായേക്കാം. മനസ്സിന്റെ സ്ഥിരതയെ ഇത് ബാധിച്ചേക്കാം. യോഗ, ധ്യാനം തുടങ്ങിയവ ശീലിക്കുന്നത് മാനസികാരോഗ്യം നിലനിർത്താൻ സഹായിക്കും. മുൻപുണ്ടായിരുന്ന രോഗങ്ങൾ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ഭക്ഷണക്രമത്തിലും ജീവിതശൈലിയിലും കൃത്യമായ ചിട്ട പാലിക്കുക. ശാരീരികമായ ക്ഷീണവും അലസതയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഊർജ്ജസ്വലത നിലനിർത്താൻ ലഘുവായ വ്യായാമങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന തിരിച്ചറിവ് ഈ കാലം നിങ്ങൾക്ക് നൽകും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സമ്മിശ്ര കാലഘട്ടമായിരിക്കും. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. അലസതയും ഓർമ്മക്കുറവും തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം. എന്നാൽ ഓഗസ്റ്റ് മാസം വിദ്യാർത്ഥികൾക്ക് അനുകൂലമാകാൻ സാധ്യതയുണ്ട്. കഠിനാധ്വാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വെല്ലുവിളികളെ അതിജീവിച്ച് മികച്ച വിജയം നേടാൻ സാധിക്കും. മുൻപ് പഠിച്ച പാഠങ്ങൾ വീണ്ടും പഠിക്കാനും സംശയങ്ങൾ ദൂരീകരിക്കാനും ഈ സമയം ഉപയോഗിക്കാം. പരീക്ഷാഫലം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അല്പം കാലതാമസം നേരിട്ടേക്കാം. പക്ഷേ നിരാശപ്പെടേണ്ടതില്ല. ശനിയുടെ വക്രഗതി കാലത്തെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം നേരിടാനും സഹായിക്കുന്ന ചില ലളിതമായ പരിഹാരങ്ങൾ ജ്യോതിഷത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട്. വിശ്വാസത്തോടെയും ഭക്തിയോടെയും അനുഷ്ഠിക്കുന്നത് ഗുണകരമായിരിക്കും. വിഘ്നങ്ങളെല്ലാം അകറ്റുന്ന ഗണപതിയെ നിത്യവും പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ്. ജന്മനക്ഷത്രമായ തിരുവോണ ദിവസം ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. ശനിയുടെ അധിപനായ ശാസ്താവിനെ ഭജിക്കുന്നത് ശനിദോഷങ്ങൾ കുറയ്ക്കാൻ ഏറ്റവും ഫലപ്രദമായ മാർഗമാണ്. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നീരാജനം കത്തിക്കുന്നതും എള്ളുപായസം നിവേദിക്കുന്നതും വളരെ നല്ലതാണ്. ശനി മന്ത്രം ദിവസവും 108 തവണ ജപിക്കുക. ശനിയാഴ്ചകളിൽ കറുത്ത വസ്ത്രം, എള്ള്, എണ്ണ, ഉഴുന്ന് തുടങ്ങിയവ ദാനം ചെയ്യുന്നത് ശനിപ്രീതിക്ക് ഉത്തമമാണ്. പാവപ്പെട്ടവർക്കും ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്കും ഭക്ഷണം, വസ്ത്രം എന്നിവ നൽകുന്നതും വലിയ പുണ്യമാണ്. ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് ശനിദോഷങ്ങൾക്ക് ഉത്തമ പരിഹാരമാണ്. ഹനുമാൻ ചാലിസ നിത്യവും പാരായണം ചെയ്യുന്നത് എല്ലാവിധ ഭയങ്ങളെയും അകറ്റി നിർത്താൻ സഹായിക്കും. ശനിയാഴ്ചകളിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ശനീശ്വരന് കറുത്ത എള്ളുകിഴി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ദോഷശാന്തി നൽകും. എല്ലാറ്റിനും ഉപരിയായി ശനി നീതിയുടെ ഗ്രഹമാണെന്ന് ഓർക്കുക. സത്യസന്ധമായും നീതിയുക്തമായും ജീവിക്കുക. മറ്റുള്ളവരെ ചതിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്യാതിരിക്കുക. നമ്മുടെ കർമ്മങ്ങൾ ശുദ്ധമാണെങ്കിൽ ശനി നമ്മെ ഒരിക്കലും കഠിനമായി ശിക്ഷിക്കുകയില്ല. മറിച്ച് ഒരു ഗുരുവിനെ പോലെ ശരിയായ പാതയിലേക്ക് നയിക്കും.
ശനിയുടെ വക്രഗതി ഒരു പരീക്ഷയാണ്. ഈ പരീക്ഷയിൽ ക്ഷമയും വിവേകവും ആയുധമാക്കി വിജയിക്കുന്നവർക്ക് നവംബർ 28-ന് ശേഷം ശനി നേർരേഖയിലേക്ക് വരുമ്പോൾ ജീവിതത്തിൽ വലിയൊരു കുതിച്ചുചാട്ടം തന്നെ നടത്താൻ സാധിക്കും. വക്രഗതി കാലത്തെ അനുഭവങ്ങൾ നിങ്ങളെ കൂടുതൽ കരുത്തനും വിവേകിയുമാക്കി മാറ്റും. ശരിയായ തയ്യാറെടുപ്പുകളോടെയും ഈശ്വര വിശ്വാസത്തോടും കൂടി ഈ കാലഘട്ടത്തെ സമീപിക്കുക. തീർച്ചയായും വരാനിരിക്കുന്നത് തിരുവോണം നക്ഷത്രക്കാരുടെ ശോഭനമായ ഒരു ഭാവി തന്നെയാണ്.